പാലക്കാട് ചിറ്റൂർ പുഴയിൽ രണ്ടുപേർ കുടുങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അതേ സ്ഥലത്താണ് വീണ്ടും ഈ സംഭവം ഉണ്ടായത്. കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് പുഴയിൽ അകപ്പെട്ടത്. 3 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഗൂഗിൾ VS ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗൂഗിൾ, ഈ 2 കുട്ടികളാണ് പുഴയിൽ കുടുങ്ങിയിരിക്കുന്നത്. അവരെ കാരണം കുത്തൊഴുക്കുണ്ട്, നല്ല വെള്ളമാണ്, വെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഇങ്ങനെ പാഞ്ഞു വരുന്നുമുണ്ട്. അതിൻ്റെ നടുക്കാണ് ഇവർ അകപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. അത് എപ്പോഴാണിത് എടുത്തത്? പിന്നീട് രക്ഷാ ദൗത്യം വിജയകരമാണോ? വിവരങ്ങൾ. അതായത് 3 കുട്ടികൾ ഈ തരത്തിൽ ചിറ്റൂർ പുഴയിൽ ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പെട്ട അതേ സ്ഥലത്തേക്ക് പോയി വീണ്ടും വെള്ളം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 കുട്ടികൾ പുഴയുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 4 പേർ ഇത്തരത്തിൽ തന്നെ സമാനമായി ഇവിടെ പെട്ടത്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. 3 കുട്ടികളാണ് പോയത്. അതിൽ ഒരു കുട്ടിയെ കരക്കെത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും 2 കുട്ടികളുണ്ട്. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കുത്തിയൊലിക്കുന്ന വെള്ളമാണ്, വെള്ളം ശക്തിയായി തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ തവണ ഉണ്ടായ അതേ സാഹചര്യത്തിന് തുല്യമാണ് ഇത്തവണയും ഉള്ള സാഹചര്യങ്ങൾ. ഒരു വ്യത്യാസം മാത്രം, 2 കുട്ടികളാണ്, പ്രായം കുറവാണ്, ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും ഇവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാണ്. ചിറ്റൂർ ഫയർഫോഴ്സ് കഠിനമായ ശ്രമം തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട്. പുഴയുടെ ഇടയിൽ കുടുങ്ങിപ്പോയതാണ്. എങ്ങനെയാണ് ഇവർ അവിടെ എത്തിയത് ആ സാഹചര്യങ്ങൾ വ്യക്തമല്ല. കുളിക്കാനാണോ അതോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് എത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമല്ല. ഏതായാലും 2 കുട്ടികളെയാണ് ഇനി രക്ഷിക്കാനുള്ളത്. ഗൂഗിൾ, കാരണം ഈ സമയത്തൊക്കെ തന്നെ അവർ വന്ന് പെട്ടുപോയത് എങ്ങനെയാണ്? കാരണം നേരത്തെയും ദുരന്തങ്ങൾ മുന്നിലുണ്ട്. മഴവെള്ളം കൂടുന്നു, മഴ മുന്നറിയിപ്പുണ്ട്, പ്രത്യേകിച്ച് കരുതൽ വേണമെന്ന നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ അവിടേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യമൊക്കെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കുട്ടികൾ എത്തിയതാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ ആകാനാണ് സാധ്യത. പക്ഷെ ശക്തമായ ഒഴുക്കുണ്ട്. കുട്ടികൾ ഇവിടേക്ക് എത്തുന്ന, അതായത് ഈ ഇറങ്ങുന്ന സമയത്ത് ഈ ഇടയിൽ ഇത്രയധികം വെള്ളം ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് അവിടെ കുട്ടികൾ ഈ പാറയുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ 2 കുട്ടികളെയും രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഗൂഗിൾ, ഇവിടേക്കൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ ഒരു പരുവപ്പെട്ട സാഹചര്യമുണ്ടോ? കാരണം അവിടേക്കൊക്കെ മറ്റ് എന്തെങ്കിലും ഈ ഫയർഫോഴ്സിനുൾപ്പെടെ അവർക്ക് വേണ്ട മറ്റ് എന്തെങ്കിലും കാര്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പരുവപ്പെട്ട ഒരു ഭൂപ്രദേശമാണോ ഇത്? ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം സാരമായൊരു ദൗത്യം 2 ദിവസം മുൻപ് നടത്തിയതാണ്. അത് വിജയകരമായി തന്നെ നടത്താൻ ഫയർഫോഴ്സിന് കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. കഴിഞ്ഞ തവണ വൃദ്ധരും അതോടൊപ്പം തന്നെ ബാക്കി അല്ലെങ്കിൽ വൃദ്ധരായവരും ഒരു യുവാവുമായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത് ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഫയർഫോഴ്സ് കണക്കാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെ ഫയർഫോഴ്സിന് ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞ ആ കുട്ടിയെ